ഞാൻ പണ്ട് കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളും പിന്നെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് പരിഷ്കാരങ്ങളെ മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരും. ഇപ്പം പിന്നെ റിപ്പോർട്ടുണ്ട്. അതിൽ സുശീൽ ഖന്ന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു പേഴ്സണൽ മാനേജർ ഇല്ല, പിന്നെ അക്കൗണ്ട്സ് ആളില്ല, അക്കൗണ്ട് സെക്ഷൻ ഇല്ല. അതെല്ലാം മാറും. ഈ കമ്പ്യൂട്ടർ വരുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണക്ക് എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ എൻട്രി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അത് തരും. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കാതെ, ചിലവുകൾ ഉണ്ടാക്കാതെ, അത്തരം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ വയ്ക്കാതെ ഈ കമ്പ്യൂട്ടർ തന്നെ ഇതെല്ലാം ജസ്റ്റ് അതിന് ഡേറ്റ എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ. ഡേറ്റ എൻട്രി കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൺട്രോൾ കിട്ടും. അപ്പോൾ എം ഡിക്ക് അല്ലെങ്കിൽ ജോയിൻറ്റ് എം ഡിക്ക് അദ്ദേഹത്തിൻ്റെ മേശയിൽ ഇരുന്നു കൊണ്ട് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ആ ഒരു കാര്യം പറയണമെങ്കിൽ അങ്ങോട്ട് കമ്പ്യൂട്ടർ തിരിച്ച് വന്ന് വെച്ച് തന്നാൽ എല്ലാം ട്രാൻസ്പെറൻ്റായിട്ട് കാണുന്ന രീതിയിലേക്ക് KSRTC മാറും. ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ കീഴിലേക്ക് വരും. ഇപ്പോൾ ഒന്നുമില്ല, അക്കൗണ്ടിങ് ഒന്നുമില്ല, അതെല്ലാം ഉണ്ടാക്കാൻ പോകുന്നില്ല. അക്കൗണ്ടിങ് വരുന്നു, ഈ പർച്ചേസ് വരുന്നു, ബില്ല് കൊടുക്കുക, പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് കൊടുക്കുക. അവിടെയാണ് കറപ്ഷൻ നടക്കുന്നത്. അൺനെസസറി ആയിട്ട് ഒരാളുടെ നിന്ന് കുറേ സാധനം വാങ്ങി വയ്ക്കുന്നു. ഇപ്പോൾ 3 months ഇൻവെൻട്രി സിസ്റ്റം വരുമ്പോൾ അനാവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യില്ല, എന്നാൽ എല്ലാ സാധനങ്ങളും കാണും. അതിൻ്റെ പണം മാത്രം കമ്പനിക്ക് കൊടുക്കും. ഇപ്പോൾ ഒരു കമ്പനിയോട് നമ്മൾ 5000 ബാറ്ററിക്ക് ടെൻഡർ ചെയ്താൽ 5000 ബാറ്ററി അവരുടെ നിന്ന് തന്നെ വാങ്ങി. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ 4900 ബാറ്ററി വരുന്ന 2 കൊല്ലം കഴിഞ്ഞ് അതിവിടെ വാങ്ങി വെച്ചാൽ ചീത്തയായി പോകും. ടയർ ഇരുന്നാൽ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് സ്റ്റോക്ക് നമുക്ക് കിട്ടും. 3 മാസത്തേക്കുള്ള സാധനം വാങ്ങും. അപ്പോൾ നമുക്ക് അവരുടെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റായിട്ട് മിച്ചം പൈസ വന്നാൽ മാത്രമേ ജീവനക്കാരുടെ ശമ്പളത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ KSRTCക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും അത്. നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല കമ്പനികളെ കൊണ്ട് ചെയ്യിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന് മുടക്കുന്ന പണം നമുക്ക് ലാഭമാണ്.